സംസ്ഥാനത്തെ എല്ലാ കോർപ്പറേഷനുകളിലും യു.ഡി.എഫിന് ഒരു വ്യക്തമായ മേൽക്കൈയുണ്ട് എന്നുള്ളതാണ് നിലവിലെ ഫലം സൂചിപ്പിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് വരികയാണെങ്കിൽ അവിടെ എൻ.ഡി.എ വീണ്ടും മുന്നേറ്റം, അതായത് 25 സീറ്റുകൾക്ക് എൻ.ഡി.എ മുന്നിട്ട് നിൽക്കുന്നു. എൽ.ഡി.എഫ് 15 സീറ്റുമായി, യു.ഡി.എഫ് 10 സീറ്റ്. കൊല്ലം കോർപ്പറേഷനിലേക്ക് വരികയാണെങ്കിൽ അവിടെയും യു.ഡി.എഫിന്റെ ഒരു ആധിപത്യം നമുക്ക് കാണാൻ സാധിക്കും. കൊല്ലത്തും യു.ഡി.എഫ് മുന്നിട്ട് നിൽക്കുന്നു, തൊട്ടു പിന്നിലാണ് എൽ.ഡി.എഫ്. ഒപ്പം കോഴിക്കോട്ടേക്ക് വരികയാണെങ്കിൽ അവിടെ കോർപ്പറേഷനിൽ എൽ.ഡി.എഫിന്റെ ഒരു ആധിപത്യം കാണാൻ സാധിക്കും. കൊച്ചി കോർപ്പറേഷനിലേക്ക് വരികയാണെങ്കിലും യു.ഡി.എഫ് ആണ്. തൃശ്ശൂരിൽ യു.ഡി.എഫ് അധികാരം ഉറപ്പിച്ചു കഴിഞ്ഞു. അങ്ങനെ കോർപ്പറേഷനുകളിൽ നമുക്ക് യു.ഡി.എഫിന്റെ ഒരു വ്യക്തമായ മേൽക്കൈ കാണാൻ സാധിക്കും. ജില്ലാ പഞ്ചായത്തുകളിലേക്കും മുനിസിപ്പാലിറ്റികളിലേക്കും വരികയാണെങ്കിലും എൽ.ഡി.എഫും യു.ഡി.എഫും ഒപ്പത്തിനൊപ്പമാണ്. തിരുവനന്തപുരത്ത് എൻ.ഡി.എ മുന്നിട്ട് നിൽക്കുന്നു, 25 സീറ്റിന് മുന്നിട്ട് നിൽക്കുകയാണ്. 25 ആണ് എൻ.ഡി.എ നേടിയിട്ടുള്ളത്, 15 ആണ് എൽ.ഡി.എഫ്. അൻഫ്രി ഡിസൂസ ചേരുന്നുണ്ട്. കൂട്ടിച്ചേർക്കാൻ ഒരു പ്രധാനപ്പെട്ട വാർത്ത കൂടിയുണ്ട്. തിരുവനന്തപുരത്ത് AKG സെന്ററിലിരിക്കുന്ന, അതായത് CPM-ന്റെ ആസ്ഥാന മന്ദിരമിരിക്കുന്ന കുന്നുകുഴി വാർഡിൽ LDF സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട. മുൻ കൗൺസിലർ കൂടിയായിരുന്നു ബിനു IP അവിടെ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത കൂടിയുണ്ട്. LDF-നെ സംബന്ധിച്ചിടത്തോളം വലിയ ആഘാതമാണ് ആ പരാജയം. അതുൾപ്പെടെയുള്ള വിവരങ്ങൾ തലസ്ഥാനത്തെ കോർപ്പറേഷനിൽ ആ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നത് മാറിയിരിക്കുകയാണ്. 25 ഇപ്പോൾ എൻ.ഡി.എ മുന്നിട്ട് നിൽക്കുന്നത്. തൊട്ട് പിന്നിൽ നിൽക്കുന്ന LDF ആകട്ടെ 15 സീറ്റിൽ മുന്നിട്ട് നിൽക്കുന്നു. അതായത് ഏറെക്കുറെ 10 സീറ്റുകളുടെ ലീഡ് നിലയിലാണ് എൻ.ഡി.എ മുന്നിട്ട് നിൽക്കുന്നത്. ഏറെക്കുറെ ഒരു വ്യക്തമായ ലീഡിലേക്ക് എൻ.ഡി.എ പോകുന്നുവെങ്കിൽ BJP ഇത്രയും നാൾ കണക്ക് കൂട്ടിയതോ അല്ലെങ്കിൽ ഇത്രയും ഈ 5 വർഷം BJP എന്താണ് പരിശ്രമിച്ചത്, അതിവിടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവർക്ക് സാധ്യതയിലേക്ക് എത്തുന്നു എന്നാണ് ഇപ്പോൾ ഈ മണിക്കൂറിൽ നമുക്ക് ഏറ്റവും അധികം അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുന്നത്. അതായത് 25 അവർ ലീഡ് ചെയ്ത് നിൽക്കുന്നു. പ്രമുഖ സ്ഥാനാർത്ഥികളെല്ലാം ഏറെക്കുറെ എല്ലായിടത്തും, അതിൽ ഈ ശാസ്തമംഗലത്ത് R ശ്രീലേഖ മാത്രമാണ് ഒരു പരിങ്കലിൽ നിൽക്കുന്നത്. R ശ്രീലേഖ പിന്നിട്ട് നിൽക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിച്ചിരിക്കുന്നവർ. മറ്റെല്ലായിടത്തും തന്നെ പ്രമുഖരൊക്കെ തന്നെ മുന്നിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഏറ്റവും മികച്ച മുന്നേറ്റമാണ്. അതായത് പലയിടത്തും LDF-ന്റെ സ്ഥലത്തു നിന്നും LDF-ൽ നിന്നും UDF-ൽ നിന്നുമൊക്കെയുള്ള സീറ്റുകളാണ്, വാർഡുകളാണ് ഇപ്പോൾ എൻ.ഡി.എ പിടിച്ചെടുത്തിരിക്കുന്ന കാഴ്ച. അതായത് ഇപ്പോൾ ഒരു 10 മണിയാകുമ്പോഴാണ് ഈ രീതിയിൽ എൻ.ഡി.എക്ക് മികച്ച രീതിയിൽ തന്നെ അവർ മുന്നേറുന്നു. 10 വാർഡുകളുടെ ഒരു ഭൂരിപക്ഷം അവർക്ക് ലഭിച്ചിരിക്കുന്നു. 25 തൊട്ട് പിന്നിൽ 15 മാത്രമാണ് LDF-ന് മുന്നേറുന്നത്. അതേസമയം UDF നല്ല രീതിയിൽ തന്നെ മുന്നേറുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. UDF ഇപ്പോൾ 10-11 എന്ന രീതിയിലേക്കാണ് UDF-ന്റെ ഒരു മുന്നേറ്റം കാണാൻ കഴിയുന്നത്. UDF-നെ സംബന്ധിച്ച് ഒരു മികച്ച നേട്ടം തന്നെയാണ്. അതിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് നേരത്തെ പറഞ്ഞതുപോലെ IPM-ന് പല പ്രമുഖരും പിന്നിലാണ്, പല പ്രമുഖരും തോറ്റു എന്ന രീതിയിലേക്ക് വരുന്നു. കാരണം ഈ കുന്നുകുഴി വാർഡ് CPM-ന്റെ ഏറ്റവും സ്വാധീനമുള്ള ഒരു വാർഡാണ് കുന്നുകുഴി വാർഡിലാണ്. IPM-ന് വളരെ സീനിയറായ കൗൺസിലറാണ്. ഏറ്റവും വലിയ വിജയപ്രതീക്ഷ ഉണ്ടായിരുന്നു. അതായത് അത്രയേറെ ജനകീയനായ ഒരു കൗൺസിലറായിരുന്നു. അവിടെയാണ് IPM-ന് പരാജയപ്പെട്ടിരിക്കുന്നു എന്നൊരു വാർത്തയാണ് കേൾക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെയും പാറ്റൂരിൽ ആകെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരേ ഒരിടത്തു മാത്രമാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥി തുടക്കം മുതൽ മുന്നിട്ട് നിന്നത്. ആ സ്വതന്ത്ര സ്ഥാനാർത്ഥി പാറ്റൂരിലെ രാധാകൃഷ്ണൻ, അദ്ദേഹം പ്രസ് ക്ലബിന്റെ സെക്രട്ടറി ഭാരവാഹിയൊക്കെ ആയിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഇപ്പോൾ ജയിച്ചിരിക്കുന്നു. കോർപ്പറേഷനുകളിൽ മികച്ച പ്രകടനമാണ് UDF കാഴ്ചവെക്കുന്നത് എന്നുള്ളതാണ് നിലവിലെ റിസൾട്ട് സൂചിപ്പിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം, റിജിൽ മാക്കുറ്റിയുടെ വിജയം ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. LDF-ൽ നിന്ന്, അതായത് കണ്ണൂർ കോർപ്പറേഷനിൽ LDF-ൽ നിന്ന് സീറ്റ് പിടിച്ചെടുത്ത UDF നേതാവ്, കോൺഗ്രസ് നേതാവ് റിജിൽ മാക്കുറ്റി അവിടെ വ്യക്തമായ ഒരു വിജയം നേടിയിരിക്കുന്നു എന്നുള്ളത് കണ്ണൂരിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ്. തിരുവനന്തപുരത്ത് നിന്നുള്ള പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന്, AKG സെന്റർ ഉൾപ്പെടുന്ന മേഖലയിൽ കുന്നുകുഴി വാർഡിൽ LDF-ന്റെ CPM-ന്റെ പ്രധാന പ്രാദേശിക നേതാക്കളിൽ ഒരാളായ മുൻ കൗൺസിലർ കൂടിയായിരുന്ന ബിനു IP പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ CPM-ന്റെ ഈ കോർപ്പറേഷനിൽ പലരും ഈ നിലവിൽ പിന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് നേരത്തെ ആൻഫ്ലിറ്റ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം. കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഉയർന്ന അഴിമതി ആരോപണങ്ങൾ ഉൾപ്പെടെ ഉയർത്തിക്കാട്ടിയാണ് UDF-ഉം BJP-യും ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയത്.